ഹായ് ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നീട് വിവേകാണെങ്കിലോ വസുന്ധരയോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. മമ്മി നമ്മുടെ ഷാർബിൾ ആൻറ്റിക്ക് വാക്ക് കൊടുത്തു, ഞാൻ ശിവയെ വിവാഹം കഴിക്കുന്നു, ഞാൻ തീർച്ചയായും വാക്ക് കൊടുത്തു, അതിനെന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട്. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ കല്യാണക്കാരൻ തീരുമാനിക്കാൻ മമ്മി എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആരാടാ നിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്? തീർത്ഥാടനം എന്ന് പറഞ്ഞു പോയ നിൻ്റെ അച്ഛനോ? അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ എൻ്റെ ശിവയെ എൻ്റെ മരുമകളായി കണ്ടു, നിൻ്റെ ഭാര്യയായിട്ട് അവൾ തന്നെ വരും. ഇത് ഞാൻ പറഞ്ഞ വാക്കാണ്, അതൊരിക്കലും തെറ്റിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. വിവേകിനെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട്. അത് കേട്ട് വരുന്ന വർഷയ്ക്കും സങ്കടമാവുന്നു. അതിനുശേഷം തന്നെ ജാൻസി വില്ലിലേക്ക് നമ്മുടെ വർഷ പോകുന്നുണ്ട്, കൂടെ വിവേകം. എന്താ വിവേക് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മമ്മി പറഞ്ഞ് താൻ കേട്ട് സാരമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് അവിടേക്ക് ശിവ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വേഗം പോയി ഒളിക്കുകയെന്ന് പറയുന്നുണ്ട്. കട്ടിലിൻ്റെ ഇടയിൽ പോയി ഒളിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടെന്ന്. എന്നാൽ ബാത്റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വിവേകിനെ ബാത്റൂമിലാക്കുന്നു. ആ സമയത്ത് എനിക്കൊരു കമ്പനി താവെന്ന് പറഞ്ഞിട്ട് വർഷയും കൂട്ടിയിട്ട് അതിനകത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവയാണെങ്കിൽ വർഷയെ വിളിച്ച് വരുന്ന സമയത്ത് ഞാൻ കുളിക്കാടോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണം, തൻ്റെ കുളി കഴിഞ്ഞവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, എനിക്ക് തുണി നനയ്ക്കാനുമുണ്ട്. അതൊന്നും സാരമില്ലടോ, ഞാൻ ഫോൺ നോക്കി ഇവിടെ ഇരിക്കാമെന്ന് പറയുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് അഞ്ചും വരുന്നുണ്ട് കേട്ടോ. എന്താടോ താൻ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് വർഷയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, വേറെ ഒന്നുമല്ല. എൻ്റെ അമ്മയെ എനിക്ക് തന്നത് അവളല്ലേ, അതുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവളോട് ഒരുപാട് താങ്ക്സ് പറയണമെന്ന് പറയുന്നു കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു സീൻ കാണാമല്ലേ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, വർഷ കുളിക്കുക, അവൾ കുളി കഴിഞ്ഞ് വരട്ടെ, ഞാനും വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് ആകെ പ്രശ്നമായി പോയല്ലോ വിവേകിനി, എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, അഞ്ജുവിനോട് കാര്യങ്ങൾ പറയാം. അഞ്ജുവിനോട് ആംഗ്യ ഭാഷയിൽ ശിവയെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് പറയുന്നു കേട്ടോ. അഞ്ജുവിന് എന്തോ പിടി കിട്ടി. അങ്ങനെ അഞ്ചു പറയുന്നുണ്ട്, ശിവ സുന്ദരാൻ്റെ നിന്നെ തിരക്കിയിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നീ ഇവിടെ ഇരിക്കുന്ന കാര്യം ആലോചിച്ചത്, അങ്ങനെ മറന്നു പോയതാണ്. എന്നാൽ നീ ആദ്യം പറയണ്ടേ, ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് ഞാൻ വർഷയോട് സംസാരിക്കാം. അതിനുശേഷം തന്നെ വർഷ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, അഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും എന്താ പ്രശ്നം, ശിവയോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ എന്ന് പറയുന്നുണ്ട്. താൻ അങ്ങോട്ട് പോയി തൻ്റെ കുളി നടക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അഞ്ചു അവിടേക്ക് മാറി നിൽക്കുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് വിവേക് വീണ്ടും പുറത്തിറങ്ങി വരുന്നുണ്ട്. ഒന്ന് പോ വിവേക് എന്ന് പറയുന്നുണ്ട്. ഞാൻ പോകാനൊന്നും പോകുന്നില്ല, എനിക്ക് തന്നെ ഭാര്യയായിട്ട് മതി, എൻ്റെ അമ്മ പറഞ്ഞതും താൻ കാര്യമാക്കണ്ട, എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വിവേക് പോകുന്നു കേട്ടോ. ആ സമയത്ത് അഞ്ചു അതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, സന്തോഷമാവുന്നുണ്ട്. കുളി കഴിഞ്ഞ് ഇറങ്ങിയ വർഷയാണെങ്കിലോ അഞ്ചു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താടോ അവിടെ ഒരു ചുറ്റിക്കളി വിവേകമായിട്ടുള്ള, ഞാൻ എല്ലാം കേട്ടു, താൻ ഇതുവരെ ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുകയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ വർഷയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. എടോ തനിക്ക് വിവേകിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളോട് ആദ്യം പറയണ്ടേ, താൻ എന്താടോ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് നടക്കുന്നത്? തനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കും അത് ഒത്തിരി സന്തോഷമല്ലേ ഉണ്ടാവുക എന്ന് പറയുന്നു. അത് പിന്നെ വിവേക് വിചാരിച്ച പോലെയൊന്നുമല്ല, ശിവയെ വിവാഹം ഉറപ്പിക്കാൻ രണ്ട് വീട്ടുകാരും തയ്യാറായി കഴിഞ്ഞു. അവൾ എന്ത് വിചാരിക്കും, ഞാൻ അവളെ ചതിക്കാണ്, ഞാൻ വർഷയെ ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അഞ്ച് പറയുന്നുണ്ട്, തൻ്റെ ഇഷ്ടങ്ങൾ മറച്ചു വെച്ചിട്ട് മറ്റൊരാൾക്ക് ജീവിതം കൊടുത്തിട്ട് എന്താടോ സന്തോഷം ഉണ്ടാവുക? അവനവൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ശിവയ്ക്ക് ഇപ്പോൾ വിവേകിനോട് ഒട്ടും താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തനിക്ക് വിവേകിനെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് തുറന്ന് പറയും. അല്ലെങ്കിൽ താനൊരു കാര്യം മനസ്സിലാക്കിക്കോ, തൻ്റെയും വിവേകും ഒന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹംസവേഷം കേട്ടാം. കാരണം രണ്ടുപേരോടും കൂടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ടടോ എന്ന് പറയും. സമയമാവട്ടെ, അതിനനുസരിച്ച് നോക്കാമെന്നും പറയുന്നു. ആ സമയത്ത് അഭിയോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അഞ്ജു. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതാണപ്പോൾ വിവേകേട്ടൻ്റെ പൊക്കി അപ്പോൾ വർഷയാണല്ലേ? വിവേകേട്ടൻ അന്ന് ഫംഗ്ഷൻ പാടിയത് വർഷയ്ക്ക് വേണ്ടിയാണോ? അന്ന് വയനാട് യാത്രയിലാണ് അവർ കൂടുതൽ അടുത്തത്. പക്ഷെ നമ്മുടെ കക്ഷിയാണെങ്കിൽ എസ് മൂളിയിട്ടില്ല എന്ന് പറയുന്നു. അതെന്താ വർഷയ്ക്ക് ഇപ്പോഴും ശ്രീനാഥാണ്, അതുകൊണ്ടാണ് അവൾ ആരോടും എസ് മുളാത്തത്, അവളുടെ മനസ്സിൽ എപ്പോഴും അയാൾ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് അയാൾ മരിച്ചു എന്നവൾ വിശ്വസിക്കാഞ്ഞിട്ടാണ്. പക്ഷേ വിവേകിനോട് അവൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കത് മനസ്സിലായി. പക്ഷേ ശിവയുടെ കാര്യത്തിൽ ഓർത്തിട്ടാണ് അവൾക്ക് വിഷമം. ശിവയുടെ കാര്യം പറയണോ? പിന്നെ വസുന്ധരാജിയുടെ കാര്യം പറയണ്ട. വസുന്ധരാജി ഇതറിഞ്ഞ വിവേകും വർഷയ്ക്ക് ഇവിടുന്ന് നാട് വിടാം. പിന്നെ ശിവയുടെ കാര്യം, അന്ന് വയനാടിന് പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ആകെ ദേഷ്യപ്പെട്ടിട്ട് ഇവിടുന്ന് കാണിച്ചു കൂട്ടിയാൽ തനിക്കും അറിയാലോ. ഇപ്പം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും?
എന്നെ സംബന്ധിച്ചിടത്തോളം ശിവയ്ക്കിപ്പോൾ അങ്കിതിനോടായിട്ടാണ് കൂടുതൽ അടുപ്പം എന്ന് തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്കിതുമായിട്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. വിവേകിലായിട്ടുള്ള ചായ അങ്ങനെ തന്നെ അഭിക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ. പിന്നീടാണെങ്കിൽ ശിവ വന്നിട്ട് വർഷയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ എന്നിൽ അടുപ്പിച്ച് നീയാണല്ലോ, ഇതിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് തന്നെ ഉള്ളൂ ഞാൻ, പക്ഷേ നിങ്ങളെപ്പോഴും ഒന്നാവേണ്ടവർ തന്നെയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും ഇന്ന് നമുക്കൊരു പാർട്ടി വെക്കണം. ഇന്നാണ് നമ്മുടെ MGK മീഡിയയിൽ ആ ഒരു കരാറിൽ ഒപ്പിടണമെന്ന രീതിയിൽ പറയുന്നുണ്ട് അങ്കിത് മേനോൻ. അപ്പോൾ ഇന്നൊരു പാർട്ടി വെക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് അങ്കിത് ഇങ്ങോട്ട് വരുമെന്ന് അഭി കുത്തി ചോദിക്കുമ്പോഴത്തേനും ഒന്ന് പോയോ പറഞ്ഞ് അകത്തേക്ക് ഓടിപ്പോകുന്നു ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷയോട് അഭി പറയുന്നുണ്ട്, ഹേയ് പോക്കി അവിടെ നിൽക്കുമെന്ന് പറയുന്നു. പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഒരു കള്ളിയാണല്ലേ, ഒന്ന് തുറന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് ആലോചിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം തന്നെ അഭി പറയുന്നുണ്ട് അഞ്ജുവിനോട്, എല്ലാവരും സെറ്റായി, എനിക്ക് മാത്രം ആരും സെറ്റായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ വിഷമിക്കേണ്ട, നിനക്കൊരാൾ വരുമെന്ന് പറയുന്നുണ്ട്. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് സിംഹമായിട്ട് നടന്നാൽ മതി, എനിക്ക് ആരെയും തൊട വേണ്ട എന്ന രീതിയിൽ അഭിയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷയാണെങ്കിലോ അഞ്ജുവും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ഇത്ര പേടിക്കാനായിട്ട്, ഞങ്ങൾ വേണമെങ്കിൽ സംസാരിക്കാം. ഇനി വിവേകിനോട് കാര്യങ്ങൾ നീ പറയണമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ സമയമാവട്ടെ എന്ന് പറയുമ്പോൾ, ഇനി സമയമൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല, വിവേകിനോട് ആ ഇഷ്ടം തുറന്ന് പറയണമെന്നൊക്കെ അഞ്ജു ആണെങ്കിൽ വർഷയെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലൊരു എപ്പിസോഡായിട്ട് നാളെ നമുക്ക് കാണാം കേട്ടോ.